ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേവ് ദ ഡേറ്റ്സിന് പോയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു BTS ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ സേവ് ദ ഡേറ്റിനൊരു 8 മണി 8:30 കൊള്ളിച്ചാണ് നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്, അതായത് വാഴാലിക്കാവിൽ. അപ്പോൾ അവിടുത്തെ ഷൂട്ടൊക്കെ ഏകദേശം ഒരു 10:30 ആ ഒരു റേഞ്ചിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞു അടുത്ത നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടൊരു ബീച്ചായിരുന്നു. അപ്പോൾ വെയിലത്ത് അങ്ങനെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റില്ല, നല്ല ഫോട്ടോസ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. സോ നമുക്കൊന്ന് ഒരു 4:30-5 മണി ടൈമിൽ ഫോട്ടോസ് എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്ത് ആദ്യം വിചാരിച്ചു റൂം എടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷ് ആവാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ റൂമിൻ്റെ റേറ്റൊക്കെ നോക്കുമ്പോൾ എല്ലാം 2000 ആ ഒരു റേഞ്ചൊക്കെ വന്നു. സോ ഞങ്ങൾ അതൊന്നും എടുത്തില്ല. ലാസ്റ്റ് വിചാരിച്ചു ഓക്കെ, ഗുരുവായൂർ ആനക്കോട്ടയിൽ പോയിരിക്കാം, അവിടെ കുറച്ച് തണലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇന്ന്. അപ്പോൾ അവിടെ പോയി ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു. പല സൈസ് ആനകൾ, അതായത് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെയുള്ള ആനകളുണ്ട്, കൊമ്പ് ഇല്ലാത്ത ആനകളുണ്ട്, അതേപോലെ തന്നെ നല്ല നീണ്ട കൊമ്പുള്ള ആന, അതേപോലെ തന്നെ ഒരു കൊമ്പുള്ള ആന, അങ്ങനെ ഒരുപാട് ആനകളുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നു. അവിടെ ഇരിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഫ്രഷ് ആവാന്നുള്ള പ്ലാൻ അവിടെ പറ്റില്ല. കാരണം നമ്മൾ വിചാരിച്ചു ഇങ്ങനെയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ സ്ഥലമാണല്ലോ ഇത്, ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നിട്ട് അവിടെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചു എന്നാണ്. നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അകത്തോട്ട് കയറി ചെല്ലാൻ പറ്റില്ല, അത്ര വൃത്തികെട്ട ബാത്റൂമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അവിടെ വെച്ച് എന്തായാലും ഡ്രസ്സ് മാറാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അവിടെ ഇരുന്നു, ഒരു തണലത്തിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഒരു 2 മണി 2:15 ആയപ്പോഴത്തേക്കും ഞാനും ആളും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു റൂം എടുത്തു, ജസ്റ്റ് ഡ്രസ്സ് മാറി ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി. കാരണം ഇവിടെ നടക്കത്തില്ല എന്തായാലും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് തിരിച്ച് വന്നിട്ടാണ് പിന്നെ ബീച്ചിൽ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ നേരത്തെ എത്തുകയും വേണം. ഫോട്ടോഷൂട്ട് പറഞ്ഞിരിക്കുന്നത് 4-5 മണി ടൈമിലുമാണ്. 6 മണിക്കെല്ലാം തീർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടെ നിന്നൊരു 7 മണിയൊക്കെ ആയി. പിന്നെ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ടാണെങ്കിൽ ബസ് കിട്ടിയത് 8 മണിക്ക് ബസ്സുള്ളൂ എന്ന് പറയും. പക്ഷേ 8 മണിയാവുമ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ളപ്പോൾ ബസ് എടുത്തു അവിടെ നിന്ന്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ സമയം രാത്രി 11 മണി കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.